ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദിസ് ഈസ് കബീർ. ഇപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലാണ്. നെല്ലിയാമ്പതിത്തെ മുന്നത്തെ വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തായാലും നെല്ലിയാമ്പതി വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം കൂടിയുണ്ട്, ഒരു ഫാം ഹൗസ്. ശരിക്കും സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ച് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 10 രൂപ ടിക്കറ്റിനുള്ളൂ. അപ്പോൾ വന്നാൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. ജസ്റ്റ് അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത്. നെല്ലിയാമ്പലത്തെ മുന്നത്തെ വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകളുണ്ട്, എല്ലാവരും കയറി ഒന്ന് കണ്ടു വെക്കുക. ദെൻ നമ്മളൊരു ഗീവ നടക്കുന്നുണ്ട്, നമ്മളൊരു യാത്ര ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗീവ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പങ്കെടുത്ത് നോക്കി നിങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ചിലപ്പോൾ നിങ്ങൾക്കാവും ഉണ്ടാവുക. എന്തായാലും നിങ്ങൾ ഗീവയിൽ പങ്കെടുക്കുക. ആ വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഫോർമാലിറ്റീസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇപ്പോൾ നമുക്ക് ഫാം ഹൗസിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, നെല്ലിയാമ്പലത്തെ ഈ ഫാം ഹൗസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നതാണിത്. ആ പോകുന്ന വഴിയിൽ തന്നെ നല്ലൊരു അടിപൊളി മാന് നിൽക്കുന്നുണ്ടാവും. സാമ്പാർ ഡിയർ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു മാനാണ്. എന്തായാലും മനുഷ്യർ അത്ര ഇണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാറ് നിർത്തിയേക്ക് തന്നെ കാറിൻ്റെ ഉള്ളിലേക്ക് തലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അതുപോലെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒപ്പം നിന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുക്കാൻ പറ്റും. കുറച്ചുകൂടി നേരെ പോയിട്ടുണ്ടെങ്കിൽ നേരെ ഒരു ബോർഡ് കാണാൻ പറ്റും, റെസ്റ്റോറൻറ്റും റിസോർട്ടും. ആ എൻട്രൻസിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കോമ്പൗണ്ടിലേക്കാണ്. ഇതിൽ ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റ്, റിസോർട്ട് അങ്ങനത്തെ സെറ്റപ്പുകളാണ്. ഒരു സൈഡിലുള്ളത് ഫാമാണ്. ജസ്റ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ പോയിട്ട് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നേരെ പോയിട്ടുണ്ടെങ്കിൽ ഫാം ഹൗസിലേക്ക് എത്തിയാൽ ഫസ്റ്റ് കാണാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസുകളാണിത്. കുറച്ച് അരയന്നം ആ ലെവലിലുള്ള കുറച്ച് താറാവുകൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളാണ്. ഒക്കെ അത്രയും ഇണക്കുള്ളതാണ്. നമ്മളെ ഉപദ്രവിക്കാൻ, അതുപോലെ കുട്ടികളെ കാട്ടാൻ അങ്ങനൊന്നും സംഭവങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് അടുത്ത് പോയിട്ട് അത്രയും തൊട്ടടുത്ത് പോയിട്ട് ഫോട്ടോസുകൾ എടുക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടിയും പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാലം മുന്നേ പോയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്, പ്രളയത്തിൻ്റെ സമയത്ത് പോയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് പലകകളും അതുപോലെ കുറച്ച് തടി കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ടിട്ടാണ് ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പ്. എന്തായാലും നമുക്ക് പാലം ഒന്ന് കടന്നു നോക്കി നോക്കാം. പാലത്തിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ഞങ്ങൾ വല്ലാണ്ട് ഡാൻസ് കളിക്കാൻ നിൽക്കണ്ട, പതുക്കെ അപ്പുറത്തേക്ക് കിടക്കുക. കുറച്ച് ചെളിയൊക്കെ ആയിട്ട് പശുവിൻ്റെ ചാണകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ബാഡ് സ്മെല്ലുണ്ട്. എന്തായാലും നേരെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു വെള്ളച്ചാട്ടമല്ല സംഭവം എന്നുള്ള അപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒലിച്ചു പോകുന്നതാണ്. അപ്പോൾ ചെറിയൊരു അരുവി, അത്ര പറയാനേ പറ്റുള്ളൂ. ഇതിവിടെ അങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ള കാരണം ഇവിടുത്തെ താറാവുകൾക്ക് അതുപോലെ വേറെ കുറേ പക്ഷികളുണ്ട്, അത് കോഴികൾ, അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ട്. അവർക്കൊക്കെ എന്തായാലും സൗകര്യമാവും. താറാവിനാണ് മെയിനായിട്ട്. എന്തായാലും നമ്മൾ അവിടുന്ന് വന്ന് ഈ ഫാമിൻ്റെ ജസ്റ്റ് ഈ തൊഴുത്ത് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം നമുക്ക്. അവിടെ പോകുമ്പോൾ തന്നെ കുറേ തമിഴ്നാട്ടിലത്തെ മറ്റേ കോഴിപ്പോരുള്ള സംഭവങ്ങളില്ലേ, അവിടുത്തെ കുറച്ച് കോഴികളെ പോലത്തെ കുറച്ച് കോഴികളെ കാണാൻ പറ്റും. അതുപോലെ വെറൈറ്റി ഇനങ്ങളിൽ പെട്ടിട്ടുള്ള കുറച്ച് താറാവുകളുണ്ട് ഇവിടെ. അതിനൊക്കെ ജസ്റ്റ് തുറന്നിട്ടിരിക്കുക തന്നെയാണ് കേട്ടോ. ജസ്റ്റ് അതൊന്നും കാണാൻ പറ്റും നമുക്ക്. ഞങ്ങൾ ഉള്ളിൽ കയറിയ സമയത്ത് ഒരു മയിൽ വന്നിട്ടുണ്ടായിരുന്നു. മയിലിനും സത്യത്തിൽ പേടിയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ തൊട്ടടുത്ത് പോയിട്ട് മയിൽ പറക്കുന്നൊന്നും കണ്ടില്ല. എന്തായാലും മയിലിന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുത്തു. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചപ്പോഴും മനസ്സിലായത് ഫാമിൻ്റെ മെയിൻ എൻട്രൻസ് ഇതല്ല എന്നുള്ളത്. എന്തായാലും തൊഴുത്തിൻ്റെ ഉൾഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് മെയിൻ ഫാമിൻ്റെ അവിടേക്ക് പോകാം. ഇത് തൊഴുത്തിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇതെല്ലാം മെയിൻ എൻട്രൻസ് എന്നുള്ളത്. ഇവിടുന്ന് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ഉണ്ട്. മെയിനായിട്ട് ഈ പക്ഷികൾ അതുപോലെ വളർത്തുന്ന കുറച്ച് സംഭവങ്ങൾ അതൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും ഫാം ഹൗസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്ക് പിന്നെ കട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ചെറിയൊരു വീടുകളൊക്കെ ഉണ്ട്, ഇവിടുത്തെ പണിക്കാർ താമസിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ റൂംസ് ഒരു 2000 രൂപ മുതൽ 7000 രൂപ 8000 രൂപ വരെയുള്ള റിസോർട്ടുകളുണ്ട് നമുക്കവിടെ. ഇതൊരു ടീ ഷോപ്പും അതുപോലത്തെ കുറച്ച് ചായപ്പൊടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പുണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. വെറും 10 രൂപ ടിക്കറ്റിനുള്ളൂ കേട്ടോ. 10 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നഷ്ടമാവില്ല. കുട്ടികളായിട്ടൊക്കെ ഒരു അടിപൊളിയാവും, അവർക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ഇത് കണ്ടില്ല, ഉള്ളിൽ കയറിയേക്ക് തന്നെ വെറൈറ്റി തരത്തിലുള്ള കുറേ കോഴികൾ. ഇതുണ്ടല്ലോ, അധികം ഹൈറ്റില്ല സംഭവം, അത്യാവശ്യം നല്ല സെറ്റപ്പ് കോഴികളാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. മൊത്തം ഫാൻസി കോഴികളാണ് കേട്ടോ. ഇതൊക്കെ നോക്കി നോക്ക്, തീരെ ഹൈറ്റില്ലാത്ത കോഴികളാണ്, നല്ല സൈസും ഉണ്ട് കാണാൻ. അപ്പുറത്തും എല്ലതും അതുപോലെ തന്നെയാണ്. ഇതിനാണെന്ന് വെച്ചാൽ കുറച്ച് ബൂട്ടൊക്കെ കാണാനുണ്ട് കാലിലൊക്കെ. ഇതൊരു വൈറ്റാണ്, കാലിലൊക്കെ കുറച്ച് ബൂട്ടൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറേ കോഴികളാണ് ഇവിടെ ഉള്ളത് മെയിനായിട്ട്. അല്ല അപ്പുറത്തേലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ബ്ലാക്ക്, അപ്പുറത്താണെങ്കിൽ തലയിൽ തൊപ്പി പോലത്തെ വേറൊരു സ്റ്റൈൽ കോഴികൾ. എന്തായാലും ഇഷ്ടംപോലെ കോഴികളുണ്ട്. എല്ലാവരും കാണിക്കാൻ വെച്ചാൽ കുറേ ടൈം വേണം. എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഞാൻ. കുറേ പ്രാവുകളുണ്ട് അവിടെ. പ്രാവുകൾ മെയിനായിട്ട് മയിൽപ്രാവുകൾ, സിറാസ്, അതുപോലെ തന്നെ കിങ്, അങ്ങനത്തെ കുറേ ഇനത്തിൽപ്പെട്ടുള്ള കുറേ പ്രാവുകളുണ്ട്. കുറേ ക്രോസുകളൊക്കെ തന്നെയാണ്. കണ്ടില്ലേ, അവിടെ കുറച്ച് പശുവിനുള്ളത്, പശുവിനൊക്കെ മേയാൻ വിട്ടേക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പശുക്കളുണ്ട്. കുറച്ച് കുട്ടികളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്.
ഇതൊക്കെ കോഴിയുടെ നമ്മൾ പുറത്ത് അഴിച്ചിട്ടുള്ള കണ്ടില്ലേ, കോഴിയും താറാവിനെയൊക്കെ അതിൻ്റെ കൂടെകളാണ്, അവരെ കഴിച്ചിടുകയാണ് ചെയ്യുക. പിന്നെ ഒരു സെറ്റ് തത്തുണ്ട്, നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് തത്ത. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പ്രാവിനൊക്കെ കണ്ടിട്ട് നമുക്കിവിടെ പുറത്തിറങ്ങാം. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും ഭംഗിയുള്ള കുറച്ച് പ്രാവുകളുണ്ട്, അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പ്രാവിന് പുറമെ വേറെ കിടിലൻ ഐറ്റംസുകൾ കുറച്ചുണ്ട് കേട്ടോ, അതാണ് മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ. അതും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇത് കിങ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രാവുകളാണ്. അത് മുട്ടയിട്ടിട്ട് അടയിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ അവിടുത്തേക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങാം. ഇവിടുന്ന് പുറത്തുള്ള കാഴ്ചകൾ ഞാൻ പറഞ്ഞില്ലേ, അത്രയും മനോഹരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ഇവിടെ. എന്തായാലും പുറത്തിറങ്ങി നോക്കാം. ആ നേരെ കാണുന്ന കുറച്ച് കൂട്ടിലും കൂടിയും പ്രാവുകൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. മയിൽ പ്രാവുകളാണ്, കണ്ടില്ലേ, അടിപൊളി പ്രാവുകളാണ്. വെറൈറ്റി ഇനത്തിൽപ്പെട്ടുള്ള കുറേ പ്രാവുകളുണ്ട്. മയിൽപ്രാവ് അതുപോലെ തന്നെ കിങ്, ഇതാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, സിറാസ്, ഇതൊക്കെ കിങ്ങിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. കിങ്ങിൽ കുറേ ക്രോസ് ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും പിന്നെ സെയിലിനുള്ളതല്ല, ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വളർത്തുന്നതാണ് ഇവർ. ഒരെണ്ണത്തിന് പോലും ഒരു സെയിലിന് വെച്ചിട്ടുള്ളതല്ല. ഞാൻ ചോദിച്ചു നോക്കി, പക്ഷെ ഒരെണ്ണത്തിന് പോലും വിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, ഇതൊക്കെ മയിൽപ്രാവ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. ഓരോ സെറ്റിനും ഓരോ നല്ല അടിപൊളി കൂടുകളാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. എല്ലാവരും അത്യാവശ്യം തീറ്റകളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. രണ്ടാളതിന് നോക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ശരിക്കും നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു തരാൻ ഇവിടെ ഒരാളില്ല. അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരിക ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ, അത്രയും വലിയ കൂടാണ്. നമ്മൾ അപ്പുറത്ത് കണ്ടു, ആ കൂടിന് പുറമെയാണ് പുറത്തേക്ക് കൂടുണ്ടാക്കിയുള്ളത്. പുറത്താണെങ്കിൽ അത്യാവശ്യം കാപ്പി ഇത് ഉണക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കാപ്പി ഉണക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ എസ്റ്റേറ്റിലത്തെ കാപ്പി തന്നെ ആവുമെന്ന് വിചാരിക്കണം. എന്തായാലും അവിടെ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ടുള്ള കണ്ടില്ലേ, ആട് നല്ല അടിപൊളി ആടുകളാണ് കേട്ടോ. അതിൻ്റെ മുന്നേ ഇവിടെയും കുറച്ച് കൂടുകളുണ്ട്. ഇവിടെ ഓരോ സിംഗിൾ കൂടുകളാണ് വെച്ചിട്ടുള്ളത്. അതിലും കിങ് മാത്രമേ ഉള്ളൂ ഇതിൽ കേട്ടോ. ഫുള്ള് വൈറ്റ് മാത്രം, വേറൊരു കളേഴ്സും ഇല്ല ഇതിൽ. ഫുള്ള് കിങ് വൈറ്റ് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, നോക്കി നിങ്ങൾ, ഫുള്ള് വൈറ്റ് മാത്രം. അത്യാവശ്യം കൂടുകളുണ്ട് കേട്ടോ, 1-2 ഉള്ളത്. നോക്കി എത്ര കൂടുകളുള്ളതെന്ന്. എന്തായാലും കുട്ടികളായിട്ടൊക്കെ കൂടെ വരികയാണെങ്കിൽ അവർക്ക് നല്ല രസമായിരിക്കും. അവർക്ക് ജസ്റ്റ് അവരണ്ട് വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കിങ്ങനെ കിടന്ന് ഓടിപ്പിടിഞ്ഞ് കളിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഇതിവിടെ ആടിൻ്റെ കൂടാണ്. ഇത് കുറച്ച് ഹൈറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റൊക്കെ താഴത്തേക്ക് കട്ടിയിടാൻ പറ്റും. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുമ്പോൾ ഒരു വൃത്തിയില്ലാന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇവിടെ ഇല്ല. എന്തായാലും എല്ലാവർക്കും വരാൻ പറ്റും. 10 രൂപ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കുറച്ച് നേരം എന്നിട്ട് ഇവരൊക്കെ കണ്ടിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. ആടിനെ നോക്കി നിങ്ങൾ, ആട് തീരെ ഹൈറ്റില്ലാത്തൊരു തരത്തിൽപ്പെട്ടുള്ള ആടുകളാണിത്. തീരെ ഹൈറ്റില്ല സംഭവം. നമ്മളെ മുട്ടിൻ്റെ താഴെ ഹൈറ്റ് അതിന് വരുന്നുള്ളൂ. കാലിന് തീരെ നീളമില്ലാത്ത അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആടാണ്. അല്ലേ, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. പിന്നെ അതിന് പുറമെ എമ്മുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഒന്ന് പോയേക്കാം. ഇവിടെ കുറച്ച് മുയലുകളുണ്ട്. മുയലിനൊക്കെ ജസ്റ്റ് തുറന്നിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്, പക്ഷെ ഇന്ന് തുറന്നിട്ട് കൊടുത്തിട്ടില്ല അല്ലേ. ഇതിനെ കണ്ടേക്ക് കുറച്ച് പേടിയായി. അത്യാവശ്യം വലിയ കൊമ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാലല്ല. എന്തായാലും നമ്മൾ കടന്നു നോക്കിയ ആൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഇതിൽ കുറച്ച് കറുത്ത കോഴികൾ, ഫുള്ള് കറുത്ത കോഴികൾ മാത്രം. അങ്ങനത്തെ കുറേ കറുത്ത കോഴികൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇതിലെന്താണ്, കുറച്ച് പഗ്ഗുകളാണ്, 2 ഉണ്ട്. എന്തായാലും അടിപൊളിട്ടാ. ഞാൻ കണ്ടില്ലേ, നിങ്ങൾ നോക്കി നോക്കുക, ആ കറുത്ത കോഴികൾ ഇഷ്ടം പോലെ ഒരു വലിയ കൂട്ടിൽ. ആ കൂടൊക്കെ കാര്യമാണ്. ഈ കൂട്ടിൽ ഫുള്ള് ആ കറുത്ത ആ വിഭാഗത്തിൽപ്പെട്ടുള്ള കോഴികളാണുള്ളത്. അപ്പുറത്താണെങ്കിൽ ഫുള്ള് പ്രാവുകൾ. ഈ ഫുള്ള് പ്രാവുകൾ മൊത്തം വൈറ്റാണ്. അതാണ് ഇവിടുത്തെ ഭംഗി. നോക്കി നോക്ക്, ഫുള്ള് വൈറ്റ് മാത്രം. മയിൽപ്രാവുകളാണ് കൂടുതലുള്ളത്. മൊത്തം നല്ല രസമുണ്ട് അല്ലേ. അപ്പുറത്ത് വേറെ വിഭാഗത്തിൽപ്പെട്ടുള്ള കുറച്ച് കോഴികളും കൂടെ ഉണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, നോക്കിയോ നിങ്ങൾ. ഇതൊക്കെ ഓരോ ഫാൻസി കോഴികളിലും ഓരോ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. എന്തായാലും സംഭവം കളറല്ലേ, 10 രൂപയ്ക്ക് ഇത്ര അടിപൊളി ഒരു ഫാം കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ എടുക്കണം, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടില്ലേ, ഈ ആടിനെ മൊത്തം നോക്കുന്ന ഈ കുരങ്ങനാട്ടാ. ആടുകൾ ആരെങ്കിലും ഉപദ്രവിക്കാനോ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുരങ്ങൻ വന്ന് അറ്റാക്ക് ചെയ്യും. സംഭവം നൈസാണ്. എന്തായാലും അടുത്ത വീഡിയോ വരെ നിങ്ങളെ മുന്നിൽ തന്നെ തിരിച്ചു വരും. അതുവരെ ബൈ.